ഞാൻ വരാം ആനന്ദകൃഷ്ണൻ വിവരങ്ങൾക്ക് വേണ്ടി. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ജ്യോതികുമാർ ചാമക്കാല നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ആ ഹർജി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട്, കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം പിന്നീട് ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ഏറെ നാൾ സർക്കാരിനെതിരെ ഉയർത്തിയ വലിയ ആരോപണം ഇല്ലാതെ പോവുകയാണോ? മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ കൊടുത്ത ഹർജി തള്ളിയതുകൊണ്ട് മാത്രം ഈ വിവാദങ്ങൾ ഇല്ലാതാകുന്നില്ലല്ലോ. ഇവിടെ SFIയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. SFIയുടെ അന്വേഷണം തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോജിക്കും അതുപോലെ തന്നെ KSIDCയും ഏറ്റവും അവസാനം CMRലും ഒക്കെ ഹൈക്കോടതികളെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി അവരുടെ ആവശ്യം തള്ളുകയും SFIയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഈ പറയുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണവും അതിനെ തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഓഫീസ് അതിന്റെ അന്വേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഗൗരവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്ത് സേവനമാണ് മുഖ്യമന്ത്രിയുടെ മകൾ നൽകിയത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമാക്കാൻ ഏതെങ്കിലും ഒരു CPM നേതാവ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഈ മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ട വിജിലൻസ് അന്വേഷണവും SFIയുടെ അന്വേഷണവും എന്ന് പറയുന്നത് രണ്ട് തലങ്ങളിലുള്ള ഒന്നാണ്. അത് എക്സാലോജിക്കിനെതിരായ അന്വേഷണമാണ്, CMRനെതിരായ അന്വേഷണമാണ്. ഇത് മുഖ്യമന്ത്രിയുടെ പങ്ക് നേരിട്ട് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നു. പല കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ കൊണ്ടു കൊടുത്തിട്ട് മാധ്യമങ്ങളെ വിളിച്ചിട്ട് ഈ തെളിവുകളൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന് കുഴൽനാടൻ പറയുന്നു. പക്ഷേ ഇതൊന്നും കോടതി അംഗീകരിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് കോടതി അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ ചോദ്യം, ഈ CMRന്റെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് നൽകിയിട്ടുള്ളത്? എന്ത് സേവനത്തിന്റെ പേരിലാണ് 1,72,00,000 രൂപ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് കിട്ടിയത്? എന്തുകൊണ്ടാണ് മാധുവിന്റെ അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ പൈസ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ വേറെ ആരുടെ അക്കൗണ്ടിലേക്ക് കിട്ടാത്തത്? എന്തിന് മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് 1,72,00,000 രൂപ കൊടുത്തു എന്ന് മറുപടി പറയാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു CPMന്റെ നേതാവ് ഉണ്ടെങ്കിൽ ധൈര്യത്തോട് മുന്നോട്ട് വരട്ടെ, ഞങ്ങൾ അംഗീകരിക്കാം. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഒന്ന് തുടരണേ. ഇപ്പോൾ